അമ്മയെ അറിയാത്തവരാണ് ഭാരതത്തെ അധിക്ഷേപിക്കുന്നതെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കേരള സർവകലാശാല വിസി ഡോക്ടർ മോഹനൻ കുന്നുമേൽ. ഭാരതഭൂമിയെ വന്ദിക്കണമെന്ന് പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. വന്ദേമാതരത്തോട് ആദരവ് കാണിക്കണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? തന്റെ വിദ്യാർത്ഥികളെ പാറ്റകളെന്ന് വിളിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എസ് ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ വന്ദേമാതരത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, പൊതുവേദിയിൽ പറഞ്ഞ ചില വാക്കുകൾ, അത് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റേൺ പാരമ്പര്യം അനുസരിച്ചിട്ട് നമ്മുടെ ജന്മഭൂമി മാതാവാണ്. അത് ചൈനയിലും അങ്ങനെയാണ്, ഇന്ത്യയിലും അങ്ങനെയാണ്. ഭാരത മാതാവെന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. അതേസമയം റഷ്യയിലും അമേരിക്കയിലും ഒക്കെ പിതൃഭൂമിയാണ്, അവർ ഫാദർലാൻഡ് എന്ന് പറയും. അപ്പം നമ്മൾ നമ്മുടെ മദർലാൻഡിനെ, നമ്മുടെ അമ്മയെ, മദർലാൻഡ് ഈസ് യുവർ മദർ എന്ന അർത്ഥത്തിൽ അത് അറിയാവുന്ന ആളുകൾ, അത് അറിയുന്ന ആളുകൾ, അതുകൊണ്ടാണ് അവർ വന്ദേമാതരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയെ എന്താണെന്നറിയുക, ഭാരതം എന്താണെന്നറിയുക, ഭാരതത്തെ അറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയെ നമ്മൾ വന്ദിക്കണം. അതുകൊണ്ട് വന്ദേമാതരം പാടണം എന്ന് പറയുമ്പോൾ അമ്മയെ അറിയാത്ത ആൾ, ആ അമ്മ ഏതാണ്? നമുക്കെല്ലാവർക്കും അമ്മയുണ്ട്, ആ അമ്മയെ നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാമല്ലോ. ഭാരതഭൂമിയെ വന്ദിക്കണം എന്ന് പറയുന്നതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കറിഞ്ഞൂടെ അവർക്ക് എന്തുകൊണ്ടാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത്. ഭാരതഭൂമിയെ വന്ദിക്കാൻ അവർക്ക് മടിയുള്ളതുകൊണ്ടാണെങ്കിൽ അത് പരസ്യമായി പറയട്ടെ. അതിനുവരെ മോഹൻ കുന്നുമേൽ എന്തിനാണ് ആക്രമിക്കുന്നത്? ഭാരതഭൂമിയെ അവർ ബഹുമാനിക്കുന്നുണ്ടോ? ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ഭാരതഭൂമിയെ മാത്രമല്ല, ഈ ഭൂമിയെ മുഴുവനും. നമ്മൾ ഭൂമി മാതാവാണ്, ഭൂമി മാതാവാണ്. ഈ നമ്മുടെ പ്രപഞ്ചം മുഴുവൻ നമുക്ക് നൽകുന്നത് ഈ ഭൂമി മാതാവാണ്. ഭൂമി മാതാവിനെ നമ്മൾ ബഹുമാനിക്കുന്നു. ഈ ഭൂമി മാതാവിൻ്റെ ഭാഗമായ ഭാരതമാതാവിനെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് വന്ദേ മാതരം എന്ന് പാടുന്നു. അത് പാടുന്നത് എല്ലാവരും ചെയ്യേണ്ടതാണെന്ന് പറയുന്നു. അതിലെന്താ തെറ്റ്?